കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വീടിനുള്ളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച ഒരു മരണം. ചാലാട് സ്വദേശി മുഹമ്മദ് അഷാമാണ് മരിച്ചത്. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ കേസെടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. ഇതിനിടെ അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധം ആരോപണം ഉന്നയിച്ച് CPM-ഉം BJP-യും രംഗത്തെത്തി. കീഴറയിലെ വാടക വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായത്. വീട് പൂർണ്ണമായും തകർന്നു. വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുഹമ്മദ് ആശാം എന്നയാളുടെ മരണം സ്ഥിരീകരിച്ചു. സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നല്ല ശബ്ദമായിരുന്നു. പേടിയില്ലവരാണ് എന്താണെന്നല്ല പെണ്ണുങ്ങളുണ്ടോ ഒന്നും അറിയില്ല. എന്നാ സംഭവിച്ചൊന്നും അല്ല. വീട് മൊത്തം പൊളിഞ്ഞു വീണു. ഇടിയാ വിട്ടു നന്നാന്നറിയുന്നു. റിട്ടയർഡ് അധ്യാപകൻ ഗോവിന്ദനിൽ നിന്ന് വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് എന്നയാൾക്കെതിരെ പോലീസ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുത്തു. ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധമെന്ന ആരോപണവുമായി CPM-ഉം BJP-യും രംഗത്തെത്തി. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. ഒരു കാലത്ത് KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരന്റെ വലം കൈയായിട്ടുള്ള ആളാണ്. ആരോപണം DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് നിഷേധിച്ചു. CPIM ശക്തി കേന്ദ്രത്തിൽ സ്ഫോടക വസ്തു നിർമ്മിച്ചത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവർ എന്ന് പരിചയപ്പെടുത്തിയാണ് അനൂപ് മാലിക് വീട് വാടകയ്ക്കെടുത്തതെന്നാണ് വീട്ടുടമയുടെ പ്രതികരണം. റിപ്പോർട്ടർ, കോഴിക്കോട്.